സന്തോഷത്തിലാണ് ലവ് സ്റ്റോറിൻ്റെ മണ്ണിൽ ഇന്ന് നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. നമുക്ക് എടും വലവും കമീഷ് ബഷീർ എന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ കടലിരിപ്പാണ്. കാരണം വർഷങ്ങളായി ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നടത്തുന്നൊരു യാത്രയുണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ തരുന്ന ഒരു യാത്രയാണ്. ഓരോ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്, മക്കൾ ഇവിടെ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് കമീഷ് ബഷീറിനെ കുറിച്ച് ഞാൻ ഓർത്ത് തുടങ്ങുമ്പോൾ കുറേ നാളുകൾക്ക് മുൻപ് ഇതേപോലെ മുനീർപ്പനോട് ഒരു കാര്യം പറഞ്ഞു. മോളെ, കമീഷ് ബഷീർ എന്ന് പറഞ്ഞൊരു ടീം നമുക്കുണ്ട്. അപ്പം അവര് ഒരു ഫുട്ബോൾ മത്സരം, എനിക്ക് തോന്നുന്നു ലവ് സ്റ്റോർ വെൽഫെയർ കമ്മിറ്റിയും സൗദി കമീഷ് ബഷീറും കൂടി ചേർന്ന് നടത്തിയിരുന്ന ആ ടീമിൻ്റെ പേര് സോക്കർ സീസൺ 4 എന്നായിരുന്നു തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അത് ഞാൻ എൻ്റെ ഉപ്പയിലേക്ക് അയച്ചു കൊടുത്തു. അതാണ് കമീഷ് ബഷീർ എന്ന ടീമിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം അതാണ്. പിന്നെ നമുക്ക് ഗൾഫ് നാടുകളിൽ ഒരു കുടുംബം പോലെ പ്രവാസം എന്ന് പറയുന്നത് തന്നെ ത്യാഗത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു കഥയാണ്. പ്രവാസികൾ എന്താണ്? പ്രവാസത്തിൽ നടക്കുന്ന ഭാര്യമാർക്ക്, അവരെ പിരിഞ്ഞു നിൽക്കുന്ന ഉപ്പമാർക്ക് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങളെ മുന്നിലിപ്പോൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും പ്രവാസ ജീവിതത്തിനായിട്ട് പോകുമ്പോൾ ഒരു 6-7 മാസം അല്ലെങ്കിൽ ഒരാഴ്ച പിരിഞ്ഞു നിൽക്കുമ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാറില്ല, ഞങ്ങൾക്ക് താങ്ങൂല. ആ മനുഷ്യനില്ലാതെ ഞങ്ങൾക്ക് പറ്റൂല. അത് ഞങ്ങളുടെ ജീവശ്വാസമാണ്. അതില്ലാതെ നാളെ മനുഷ്യരിൽ ഞങ്ങൾക്ക് കഴിയൂല. പക്ഷെ ഞങ്ങൾക്കത് സഹിച്ചേ പറ്റൂ. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളെപ്പോലുള്ളവരുടെ കാരണം വർഷങ്ങളെ താണ്ടിയ ജീവിതമാണ് ഓരോ പ്രവാസികളതും. കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തിനെയും വിട്ടു നിന്നിട്ട് ഒരു ത്യാഗമുണ്ട്. ആ ത്യാഗത്തിൻ്റെ ഇടയിൽ നമ്മളെ പോലുള്ളവരെ കൂടി ചേർത്ത് പിടിക്കാൻ അവർ സമയം കണ്ടെത്തുമ്പോൾ ശരിക്കും സർവശക്തന്റെ മുന്നിൽ ഇതിനല്ലേ കൂലി കിട്ടുന്നത്? ഇതല്ലേ കൂലി കിട്ടുന്ന പ്രവർത്തനം ഇതാണോ? കാരണം ഇതിന് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. കമീഷ് ബഷീർ ടീമിനോടും അതുപോലെ ഞങ്ങളെ പൊന്ന് പോലെ കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ മുൻനിർപ്പക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. ഇവിടെ നിങ്ങൾ ഞങ്ങളെ കൈപിടിക്കുമ്പോ നാളെ മനുഷ്യരെ നിങ്ങൾക്ക് ചേർന്ന് നിങ്ങളെ കൈപിടിക്കാൻ ഞങ്ങളുണ്ടാവും. അതേ ഞങ്ങൾക്ക് തരാൻ കഴിയൂ, അതേ ഞങ്ങൾക്ക് ഉള്ളൂ തരാൻ. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നും ഉണ്ടാവും. കാരണം ഒരു ചൊല്ലുണ്ട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണം, ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുന്നു. ആ കരുണക്ക് കാവലായി ഞങ്ങളുണ്ടാവും. ഇത് ഞങ്ങളുടെ വാക്കാണ്. ഈ പ്രവർത്തനം ഒരിക്കലും നിലക്കാതെ ഞങ്ങൾ എന്നും ചേർത്ത് പിടിക്കണേ എന്ന ഈ ആചരണയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാന്റെ കോടതിയിൽ